പിന്നിട്ട വഴികളിലേക്ക് സ്വാഗതം. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതും അവരെ മാതൃകയാക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു അനുഗ്രഹമാണ്. ഇന്ന് നമ്മളുടെ കൂടെ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഇന്ന് നമുക്ക് കേൾക്കാം. ഷാലോം AG പ്രാർത്ഥനാലയ ചർച്ചിൻ്റെ സ്ഥാപകനും സീനിയർ പാസ്റ്ററുമായ റെവറൻഡ് തയ്യിൽ ജോൺ തോമസ് പാസ്റ്ററാണ് ഇന്ന് നമ്മളോട് കൂടെയുള്ളത്. പിന്നിട്ട വഴികൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കർത്താവിൻ്റെ ദാസൻ്റെ കൂടെ ഇന്ന് ഞങ്ങൾക്ക് ഈ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ പ്രേക്ഷകരുമായിട്ട് കർത്താവിൻ്റെ ദാസൻ്റെ സാക്ഷ്യങ്ങളും അനുഭവങ്ങളും ഈ പിന്നിട്ട വഴികൾ എന്ന പ്രോഗ്രാമിൽ കൂടെ ഷെയർ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിനകത്ത് ജനനം മുതൽ ഉള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ദിസ് ടൈം ഈ സമയത്ത് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന തത്സമയ മീഡിയയുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് തയ്യിൽ ജോൺ തോമസ് എന്നാണ്. എന്നെ വീട്ടിൽ ജോയി എന്ന് വിളിക്കും. ഞാൻ കേരളത്തിൽ പത്തനംതിട്ടയിൽ മൈലപ്ര എന്ന സ്ഥലത്താണ് ജനിച്ച് വളർന്നത്. സ്കൂളിങ്ങും അവിടെ തന്നെ ആയിരുന്നു. അതിനുശേഷമായിട്ട് സ്കൂളിങ് കഴിഞ്ഞ ശേഷം ഞാൻ ബാംഗ്ലൂരിൽ വരികയും ബാംഗ്ലൂർ മൈ പേരൻസ് ആൻഡ് ഫാമിലി വർ ഹിയർ ആൻഡ് ഐ ജോയിൻ ദം. ഞാൻ അവിടെ ബാംഗ്ലൂരിൽ വന്ന് ഇവിടെ ചില നാളുകളുണ്ടായിരുന്നു. ആ നാളുകൾക്ക് ശേഷമായിട്ട് ഞാൻ പിന്നീട് ബോംബെയിൽ പോയി നേവിയിൽ ജോയിൻ ചെയ്യുകയും തുടർന്ന് അവരുടേതായ കാര്യങ്ങൾ മിനിസ്ട്രിയിലും ഇടപെടാനിടയായി തീർന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട്. ഇപ്പോൾ എനിക്ക് കുടുംബമുണ്ട്. 3 കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവർ എനിക്ക് മിനിസ്ട്രിയിൽ സപ്പോർട്ടാണ്. അതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ രക്ഷിക്കപ്പെടുന്ന ആ സമയങ്ങളും ഏത് സമയമാണ് കർത്താവിൻ്റെ ദാസൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നതും ഈ ഒരു മിനിസ്ട്രി എന്നുള്ള ആ ഒരു ചിന്തയിലോട്ടൊക്കെ വരാനുള്ള സാഹചര്യങ്ങളൊന്ന് പറയാമോ? അതെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ മൈലപ്ര എന്ന ഒരു ബ്രദറൻ ചർച്ചിലാണ് വളർന്നു വന്നത്. അപ്പോൾ അവിടെ ആ ചർച്ചിൽ സത്യം വചനം നന്നായി പഠിപ്പിക്കുകയും രക്ഷയെക്കുറിച്ചുള്ളതായ ദൂതുകളൊക്കെയും വളരെ നന്നായി പഠിപ്പിക്കുമെങ്കിലും പെന്തക്കോസിലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചോ അതിൻ്റെ വരങ്ങളെക്കുറിച്ചോ ഒന്നും അവർ പഠിപ്പിക്കാറില്ല. അതൊക്കെ നിന്നുപോയി എന്നാണ് അവരുടെ ടീച്ചിങ്. എന്നാൽ രക്ഷയെക്കുറിച്ചുള്ള ദൂത് നന്നായി പഠിപ്പിക്കുകയും അത് എന്നെ ആത്മീയമായിട്ട് അടിസ്ഥാനപ്പെടുവാൻ ദൈവം ഇടയാക്കി തീർത്തു. എൻ്റെ സൺഡേ സ്കൂള്, ഞാനവിടെ 10ാം ക്ലാസ് വരെ സൺഡേ സ്കൂൾ പഠിച്ചതുകൊണ്ട് ഈ സത്യങ്ങളൊക്കെയും നന്നായിട്ട് പഠിക്കുവാൻ എനിക്ക് ദൈവം ഇടയാക്കി. അവിടെ ഞാൻ സൺഡേ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ അന്ന് എന്നെ പഠിപ്പിച്ച സാർ എന്നെ അതിനുള്ളതായ എല്ലാ അടിസ്ഥാനങ്ങളും പറഞ്ഞു തന്ന് എന്നെ പഠിപ്പിക്കുകയും അന്ന് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിപ്പാൻ ദൈവം എനിക്ക് കൃപ തന്നു. അതാണ് എൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ ദാസൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാനുള്ള ഒരു ഭാഗ്യം കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിലുണ്ടായി. അതെ. അതിനുശേഷം എത്ര വർഷത്തിന് ശേഷമാണ് അങ്ങ് സ്നാനം എന്ന ആ ഒരു ശുശ്രൂഷയിലോട്ടും സ്നാനപ്പെടുവാനൊക്കെ ഇടയായി തീർന്നതൊക്കെ എത്രത്തോളം കാലയളവിലാണ്? അതെ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ബാംഗ്ലൂരിൽ വന്ന ശേഷം ഞാൻ ബ്രദറൻ ചർച്ചിലായിരുന്ന ആ ഉപദേശത്തിൽ നിന്നും പെന്തക്കോസിൻ്റെ ഉപദേശത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ഇവിടെ വന്ന് എൻ്റെ പേരൻസ് എല്ലാവരും പെന്തക്കോസിലായിരുന്നു, AG ചർച്ചിലായിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്ന ശേഷം ആ സത്യങ്ങൾ ഗ്രഹിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് പഠിക്കുവാനും അത് പ്രാപിക്കുവാനും ദൈവം എന്നെ സഹായിച്ചു. അതേ തുടർന്ന് എൻ്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ സ്നാനപ്പെടുവാനിടയായി തീർന്നു. അതാണ് എൻ്റെ സ്നാനത്തിൻ്റെ ആരംഭം. അതിനുശേഷമായിട്ട് ഉള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് ബോംബെയിൽ പോയി നേവിയിൽ ജോയിൻ ചെയ്തു. നേവിയിലായിരുന്ന സമയത്തും കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. കാരണം ഞാൻ ഈ അടിസ്ഥാനം എനിക്കുണ്ടായിരുന്നത് കൊണ്ട് ഈ സത്യം എല്ലാവരോടും ഷെയർ ചെയ്യണം എന്നുള്ളതായ ആ സത്യം എനിക്ക് അന്നോട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിഞ്ഞത് കൊണ്ട് ഞാൻ നേവിയിലിരുന്ന സമയത്തും സുവിശേഷം അറിയിക്കുവാനും അനേകരോട് അതായത് ഞാൻ ഒരു ഷിപ്പിലാണെങ്കിൽ വേറൊരു ഷിപ്പിലുള്ള ഒരു സഹോദരനെ കാണാനായിട്ട് മൈലുകൾ നടന്നു പോയി ആ സഹോദരനെ കാണാനുള്ളതായ തീക്ഷ്ണത, ആ ദാഹം എന്ന് പറഞ്ഞാൽ ആ കൂട്ടായ്മയുടെയും ആ സന്തോഷവും ആ മാധുര്യവും ആ സഹോദരനുമായിട്ട് പങ്കുവെക്കാനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്യാനും അങ്ങനെയുള്ളതായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേവിയിലായിരുന്നപ്പോഴേ എൻ്റെ ഷിപ്പിൽ ഞാൻ ഏക വിശ്വാസിയായിരുന്നു.
എന്നാൽ അതേസമയം തന്നെ എൻ്റെ വിശ്വാസം പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം എന്നെ സഹായിച്ചു. കാരണം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ കൂടെയുള്ളവരെല്ലാം നോർത്ത് ഇന്ത്യൻസാണ്, അവർ ഹിന്ദിക്കാരാണ്. അവരുടെ ഭാഷയെന്ന് പറയുന്നത് കൂടുതലും മനുഷ്യർ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഭാഷയാണ്. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ ഉള്ളപ്പോൾ ആ ഭാഷ ഉപയോഗിക്കരുത് എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂടെ മെസ്സിലുള്ളവർ. അപ്പോൾ അവരെല്ലാം കൂടി ഇരുന്ന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ആ മെസ്സിലോട്ട് കയറി വന്ന സഡൻലി ദൈവം വന്നിട്ടുണ്ട്, ഇനി ഇത് ആ ഭാഷ പറയരുത്. അപ്പോൾ അങ്ങനെ ഒരു എന്നെക്കുറിച്ച് അവിടെ ഉള്ളവർക്കും അങ്ങനൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ അങ്ങനെയുള്ളതായ കാര്യങ്ങളിൽ ഒരിക്കലും ഒരു വാക്ക് പോലും എൻ്റെ വായിന്ന് മോശമായിട്ടുള്ളതോ ചീത്തയായിട്ടുള്ളതോ പറയരുതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ആ വിശ്വാസം നിലനിർത്തുകയും അതിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്നുള്ളതായ ഒരു തീരുമാനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുകൊണ്ട് അവരുടെ അടുക്കൽ പോലും അവർ പോലും എന്നോട് ആ റെസ്പെക്റ്റ് കാണിച്ചു. അതാണ് അന്ന് നേവിയിലുണ്ടായിരുന്നപ്പോഴുണ്ടായിരുന്നത്. ഞാൻ അന്നും പല സ്ഥലങ്ങളിലും സുവിശേഷം അറിയിക്കാനും അതുപോലെ തന്നെ ഞാൻ പോകുന്ന ചർച്ചിൽ എൻ്റെ പാസ്റ്ററുടെ കൂടെ ഞാൻ മിനിസ്ട്രിക്ക് വേണ്ടി പോകുമായിരുന്നു. പല വിസിറ്റിങ്ങിനാണേലും ഓപ്പൺ എയർ മീറ്റിങ്ങിൽ സൺഡേ സർവീസിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ രാവിലെ 9 മണിക്ക് വരും. അത് വളരെ ദൂരെ യാത്ര ചെയ്തിട്ടാണ് സർവീസ് ഷിപ്പിൽ നിന്നൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 സ്റ്റെപ്പുണ്ട്. അതായത് ഷിപ്പിൻ്റെ ജെട്ടിയിൽ നിന്ന് ഗേറ്റ് വരെ വരണമെങ്കിൽ 2 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് പിന്നെ ബസ് കയറി അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 11ാമത്തെ സ്റ്റേഷനിലാണ് ചർച്ച്. അവിടുന്ന് പിന്നെ ഒരു 1.5 കിലോമീറ്റർ നടന്നാണ് ചർച്ചിൽ ചെല്ലേണ്ടത്. അവിടെ ചർച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ സർവീസ് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് യൗവനക്കാരും പാസ്റ്റേഴ്സും കൂടെ ചേർന്ന് ഞങ്ങൾ പുറത്ത് പോയി ആഹാരം കഴിച്ചിട്ട് അതിനുശേഷമായിട്ട് 3 മണിക്കാകുമ്പോൾ ഞങ്ങൾ ട്രാക്റ്റെല്ലാം കളക്ട് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ അതിൻ്റെ സമീപ സ്ഥലങ്ങളിലും പോയി ഓപ്പൺ എയർ പ്രെയർ മീറ്റിംഗ് നടത്തി ഞാൻ മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലോട്ടും ഇംഗ്ലീഷിലോട്ടും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമായിരുന്നു ആ സമയങ്ങളിൽ. അങ്ങനെയൊക്കെയും ദൈവം എനിക്കൊരു ഇൻസ്പിറേഷൻ തന്നതുകൊണ്ട് ആ ഒരു ഇവാഞ്ചലിസം എന്നുള്ളതായ മൈൻഡ് എൻ്റെ ഹൃദയത്തിൽ തരുവാൻ ദൈവം ഇടയാക്കി. അത് ദൈവത്തിൻ്റെ കരുണയെന്ന് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് എനിക്ക് ആ കൃപയിലും ആ വിശ്വാസത്തിലും ആ മിനിസ്ട്രിയിലും ഇന്ന് നിലനിൽക്കുവാൻ ലജ്ജ കൂടാതെ നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതാണ് എൻ്റെ അനുഭവം. കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു സുവിശേഷീകരണത്തെക്കുറിച്ചുള്ള ഒരു വാഞ്ച. അങ്ങയുടെ ജീവിതത്തിൽ ഇത് ചെറിയ പ്രായത്തിൽ തന്നെ ഇത് സ്വാധീനിച്ചിരുന്നോ? സുവിശേഷം പറയാനും മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും സുവിശേഷം അറിയിക്കണം എന്നുള്ളത്? അതെ, ഞാൻ പറഞ്ഞതുപോലെ ഞാൻ അന്ന് ഉണ്ടായിരുന്ന ചർച്ചിൽ എന്നെ പഠിപ്പിച്ചതായത് ഒരേ സുവിശേഷവും രക്ഷയുമാണ് മെയിനായിട്ട് അവർ പഠിപ്പിച്ചത്. ആ സുവിശേഷം ഞാൻ സ്കൂൾ കാലങ്ങളിലും എൻ്റെ സ്കൂൾ പീരീഡിൻ്റെ ബ്രേക്ക് ടൈമിൽ ഞങ്ങൾ കുറേ സൗകര്യങ്ങൾ അറിയാവുന്ന പിന്നെ കൂടുതൽ സ്റ്റുഡൻസും ഞങ്ങൾ കൂടെ ഇരുന്ന് ഏതെങ്കിലും ഒരു ക്ലാസ് റൂമിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചില വചനങ്ങൾ സംസാരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വചനം ഷെയർ ചെയ്യുന്ന ഒരു പതിവ് സ്കൂള് സമയത്തും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് നിലനിർത്തി കൊണ്ടുപോകാൻ ദൈവം സഹായിച്ചത്. അന്നത്തെ കാലഘട്ടത്തിൽ സുവിശേഷം പറയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം അന്ന് സുവിശേഷീകരണം കേരളത്തിലകത്താണേലും ഇന്ത്യക്കകത്താണേലും അത്രത്തോളം വ്യാപകമല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ആ സമയങ്ങളിൽ സ്കൂൾ ടൈമിലായിരുന്നപ്പോഴൊക്കെ ദേവദാസന് മറ്റെന്തെങ്കിലും പ്രതിസന്ധികൾ സുവിശേഷം പറഞ്ഞത് മൂലം വല്ല അങ്ങനെയുള്ള എതിർപ്പുകളോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ മേജറായിട്ടില്ല. പക്ഷെ ചില സ്റ്റുഡൻസ് നമ്മളെ കളിയാക്കും, നിങ്ങൾ പിന്നെ ദൈവത്തിൻ്റെ ഇതാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. പക്ഷെ നമ്മളതൊന്നും വകവെക്കുകയില്ല. കാരണം എനിക്ക് എൻ്റെ ഉള്ളത്തിൽ ദൈവം കർത്താവ് തന്നിരിക്കുന്ന ആ വചനത്തെക്കുറിച്ചുള്ള ഉറപ്പ് എന്നെ അതിനൊക്കെ ഓവർകം ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ആ ഒരു അടിസ്ഥാനമായിരിക്കണം ദേവദാസനെ പിൻകാലത്ത് സുവിശേഷം പറയാനും ജോലിയോടുള്ള ബന്ധത്തിൽ നേവിയിലായിരിക്കുമ്പോഴൊക്കെ തന്നെ കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ ജസ്റ്റ് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു സുവിശേഷീകരണത്തിൻ്റെ വാഞ്ച അല്ലെങ്കിൽ ആ ഒരു തീ ഉള്ളിൽ തന്നത്. അത് എത്രത്തോളം പിന്നീടുള്ള ലൈഫിനകത്ത് പാസ്റ്ററുകളിന് അത് കൂടുതൽ എങ്ങനെ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റി, എങ്ങനെയൊക്കെ അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റി എന്നൊന്ന് പറയാമോ? അതെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേവിയിലായിരുന്ന സമയത്ത് ഒരു ഷിപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ വേറൊരു സഹോദരൻ ഏതെങ്കിലും ഒരു ഷിപ്പിലുണ്ടെങ്കിൽ, കാരണം ഷിപ്പിൽ ഒത്തിരി വിശ്വാസികളൊന്നുമില്ല, എൻ്റെ ഷിപ്പിലാകെ ഒരു വിശ്വാസി ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു ബ്രദർകാരനായിരുന്നു. അപ്പോൾ എങ്കിലും ഞാൻ ഈ
മറ്റൊരു വിശ്വാസിയെ പോയി കണ്ട് അവരുമായിട്ട് സമയം ചെലവഴിക്കാനും ഈ സുവിശേഷത്തെക്കുറിച്ച് പറയാനും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ധൈര്യപ്പെടുത്താനും അതെന്നെ സഹായിച്ചു. കാരണം ആ ഒരു വാഞ്ച, എനിക്ക് ആ ദൈവദാസനെ അല്ലെങ്കിൽ ആ സഹോദരനെ പോയി കാണണം, അവരുമായിട്ട് ഈ വചനം പറയണം, ഇതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്യണം എന്നുള്ളതായ ഒരു തീഷ്ണത എൻ്റെ ഹൃദയത്തിൽ തന്നു. അതുകൊണ്ടാണ് ഇന്നും ആ ഒരു തീഷ്ണതയിൽ നിലനിൽക്കുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ. അതുപോലെ തന്നെ നേവിയിൽ കഴിഞ്ഞിട്ട് ഞാൻ സൗദിയിൽ പോയി. സൗദിയിലായിരുന്നപ്പോഴും ഈ മിനിസ്ട്രി കണ്ടിന്യൂ ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു. കാരണം ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഞങ്ങളുടെ ക്യാമ്പിൽ നിന്ന് എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് 7 മണി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വാഹനം, ഒരു കാറുണ്ടായിരുന്നു എനിക്ക്, ആ കാർ എടുത്തുകൊണ്ട് പോകും മറ്റ് ക്യാമ്പുകളിലേക്ക്, മറ്റ് കമ്പനിയുടെ ക്യാമ്പുകളിലൊക്കെ പോയി ഏതെങ്കിലും ഒരാളിനെ പരിചയം ഉണ്ടെങ്കിൽ ആ പരിചയത്തിൽ അവിടെ ചെന്നിട്ട് അവിടെ പോയിരുന്ന് സുവിശേഷം പറയുമായിരുന്നു. അങ്ങനെ സുവിശേഷം പറഞ്ഞ് ദൈവകൃപയാൽ ഒരു 2 വർഷത്തിൽ ഒരു 16 പേരെ രക്ഷയിലേക്ക് നയിക്കാനും, എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലല്ലാത്തവരെ രക്ഷയിലേക്ക് നയിക്കാനും അവർക്ക് സ്നാനപ്പെടുത്തുവാനും ദൈവം ഇടയാക്കി. പക്ഷേ സൗദിയിൽ ഇതിനൊന്നും സ്വാതന്ത്ര്യമില്ല. പക്ഷെങ്കിൽ ദൈവം ഞങ്ങൾക്ക് തന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് നല്ലൊരു റൂമിനകത്ത് AC ഇട്ട് ശബ്ദം വെളിയിൽ പോകാത്ത രീതിയിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്ത് അതിനകത്ത് ആരാധിക്കാനൊക്കെ ദൈവം ഇടയാക്കി. അതിനുവേണ്ടി അത് ഇപ്പോൾ ആരെങ്കിലും ഡൗട്ട്ഫുള്ളായിട്ടുള്ളവരൊന്നും നമ്മൾ അതിനകത്ത് കയറ്റത്തില്ല. കാരണം ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റി കൊടുത്താൽ കാശ് കിട്ടും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഒന്നും ഞങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റി മാത്രം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന, സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ തയ്യാറുള്ളവർ മാത്രമേ ഇവിടെ ചേരാറുള്ളൂ. പക്ഷെ അത് വളരെ സ്വീറ്റ് ഫെലോഷിപ്പായിരുന്നു. കാരണം വന്നവരെല്ലാം നല്ല സിൻസിയറായിരുന്നു. അവർക്കൊക്കെ ഭയമുള്ളവരാരും വരത്തില്ല. കാരണം പോലീസ് പിടിച്ചാൽ അല്ലെങ്കിൽ അവർ എക്സിറ്റ് അടിച്ചാൽ അവർക്ക് പേടിയാണ്. അതുകൊണ്ട് അങ്ങനെ പേടിയുള്ളവരാരും വരത്തില്ല. അപ്പോൾ വരുന്നവരെല്ലാം നല്ല സ്ട്രോങ്ങും സിൻസിയറുമായതുകൊണ്ട് ആ ഫെലോഷിപ്പ് വളരെ സ്വീറ്റായിരുന്നു. വി എൻജോയ്ഡ് ദാറ്റ് ഫെലോഷിപ്പ്. അത് വളരെ സന്തോഷത്തോടുകൂടെ കൂടി വരാനും അന്യോന്യം വചനം സംസാരിക്കാനും ഷെയർ ചെയ്യുവാനും ഒക്കെ ദൈവം സഹായിച്ചു. അത് ഒക്കെയും എൻ്റെ സ്പിരിച്വൽ ലൈഫിനെയും മിനിസ്ട്രി ലൈഫിനെയും ബലപ്പെടുത്താൻ ദൈവം എനിക്ക് ഇടയാക്കട്ടെ. സൗദിയിലെ ലൈഫ് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെങ്കിൽ ഇതിൻ്റെ ഒക്കെ നടുവിൽ ബൈബിൾ കൊണ്ട് നടക്കാൻ പോലും കണ്ടാൽ പിടിച്ചാൽ പോലീസ് പിടിച്ചു അകത്തിടും, ജയിലിലിടും. അതെ, അതുകൊണ്ട് ഞങ്ങളെ ഒരു ആരും കാണാത്ത രീതിയിലൊരു കവറിനകത്ത് ഒരു വെജിറ്റബിളിലൊക്കെ സാധനം വാങ്ങിക്കാൻ പോകുന്ന പോലെ ബാഗിനകത്ത് ഇത് വെച്ചുകൊണ്ട് പോകുന്നത്, ഇത് കണ്ടുപിടിക്കാതിരിക്കാൻ. അങ്ങനെയൊക്കെയാണ് അന്ന് അവിടെ ബൈബിൾ നമ്മൾ വചനം പഠിക്കാനൊക്കെയും ഫെലോഷിപ്പ് കൂടാനൊക്കെ എൻ്റെ റൂമിലായിരുന്നു ആദ്യം ചർച്ച നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ബാക്കി പിന്നെ സ്ഥലങ്ങളിലൊന്നും അങ്ങനെയുള്ളതായൊരു എൻക്ലോസിങ് സിസ്റ്റം ഇല്ലാതിരുന്നുകൊണ്ട് എൻ്റെ റൂമിലെല്ലാം കംപ്ലീറ്റ് കവർ ചെയ്ത്, പിന്നെ കംപ്ലീറ്റ് വിത്ത് വാളെല്ലാം കാർപ്പറ്റ് അടിച്ചിട്ട് സൗണ്ട് പ്രൂഫാക്കി ആയിരുന്നു അന്ന് മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് നല്ല സന്തോഷവും നല്ല വർഷിപ്പുമായിരുന്നു. അന്ന് എനിക്ക് ലഭിച്ചതായ ആ ഒരു സന്തോഷം പിന്നീട് ഇന്ത്യയിൽ വന്നിട്ടും ആ സുവിശേഷീകരണത്തിനുള്ളതായ ഒരു എരിവ് ദൈവം എന്നിൽ തന്നു. സോ അതുകൊണ്ട് അവിടെ നിന്ന് 2000 അവിടുന്ന് റിട്ടയർ ചെയ്തിട്ട് കർണാടകത്തിൽ വരണമെന്നുള്ളതായ വലിയ ദാഹം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഹോളിഡേയ്സിൽ വരുമ്പോൾ ഉണ്ടാകുന്നതായ ആ തീക്ഷ്ണത, എൻ്റെ പേരൻസിൻ്റെ പ്രാർത്ഥന, അവരുടെ സാക്ഷ്യം, അതാണ് ഈ മക്കൾക്കുള്ളതായ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കളുടെ സാക്ഷ്യം എന്ന് പറയുന്നത്. എൻ്റെ പേരൻസ് അതുപോലെ പ്രാർത്ഥിക്കുന്നവർ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. പക്ഷേ അവർ ഒരു പ്രാർത്ഥന പോലും മുടക്കാതെ, എത്ര ദൂരമാണെങ്കിലും 8-10 കിലോമീറ്റർ ദൂരം നടന്നു പോയിട്ട് ആരാധനയ്ക്ക് പോയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ കൺവെൻഷൻ ആണെങ്കിലും അങ്ങനെയുള്ള മീറ്റിംഗ് ഉണ്ടെങ്കിൽ നടന്ന് ദൂരം പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന പേരൻസിൻ്റെ ആ ഒരു ഇൻസ്പിറേഷൻ എന്നെയും സഹായിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ആ കർണാടകത്തിൽ വന്ന് മിനിസ്റ്റർ ചെയ്യണമെന്നുള്ളതായ ദാഹം എനിക്കിവിടെ ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് സൗദിയിൽ നിന്ന് വിട്ട് ഇവിടെ മിനിസ്റ്റർ. അന്ന് എനിക്ക് വേറൊരു ചാൻസ് കിട്ടിയായിരുന്നു. എൻ്റെ ബ്രദറിൻലോയും സിസ്റ്ററിൻലോസ് എല്ലാം അമേരിക്കയിലാണ്. അപ്പോൾ ത്രൂ ദം ഐ ഹാഡ് എ വിസ, പെർമനൻറ്റ് വിസ. ബട്ട് അതെനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം എനിക്ക് അവിടെ പോയാൽ മിനിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഉള്ളവരെ, ഇവിടെ അന്ധകാരത്തിൽ കിടക്കുന്നവരെ രക്ഷിക്കണമെന്നുള്ളതായ ആ ഒരു ദാഹത്തോടു കൂടെ ഞാൻ ആ വിസ ക്യാൻസൽ ചെയ്തു. കാരണം 7 വർഷം വരെ അവർ ലെറ്റർ അയച്ചുകൊണ്ടിരുന്നു ഈ കൗൺസിലേറ്റ് ഓഫീസിൽ നിന്ന്. അപ്പോൾ ലാസ്റ്റിൽ അവർ ഡിലീറ്റ് ചെയ്യുന്ന വരെ അത് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ബട്ട് സ്റ്റിൽ
I never had a desire to go there and enjoy life because the one soul is precious than the whole world. അതെ ഈ ഒരു ആത്മാവെന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ കാളും വിലയുള്ളതാണ്, യേശുവിൻ്റെ വാക്കാണ്. അതെ അപ്പോൾ അതാണ് നമുക്ക് വിലയേറിയത്. പിന്നെ നമുക്ക് സുഖസൗകര്യങ്ങൾ, വലിയ സുഖസൗകര്യങ്ങളൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഐ വാണ്ടഡ് എ സിമ്പിൾ ലൈഫ്. ഒരു സിമ്പിൾ ലൈഫ് നടത്താനാണ് ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത്. പലരും പറയും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ബിസിനസ് ചെയ്യാം, അതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞാലും ഞാനതൊരിക്കലും അതിനകത്ത് തല ചായ്ക്കത്തില്ല. കാരണം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നിട്ടുള്ളതായ ഒരു വലിയ താല്പര്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും 10 ആത്മാക്കളെ നേടണം, അവരെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരുക്കിയെടുക്കണം എന്നുള്ളതായ ആഗ്രഹം കൊണ്ടാണ് ഞാൻ കർണാടകത്തിൽ വരുവാൻ താല്പര്യപ്പെട്ടതും ഇവിടെ മിനിസ്ട്രി ചെയ്യാനിടയായതും. ഈ കഴിഞ്ഞ 23 വർഷം ഈ ചർച്ച് കണ്ടിന്യൂസ് കൊണ്ടു നടക്കാനും ദൈവം എന്നെ സഹായിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. എത്ര വർഷം ദേവദാസന് സൗദിയിൽ മിനിസ്ട്രിയോടും ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നു? എൻ്റെ 19.5 വർഷം സൗദിയിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ മിനിസ്ട്രി ചെയ്തിരുന്നു. 19.5 വർഷം ജോലി മിനിസ്ട്രി ഒരുപോലെ കൊണ്ടു നടന്നു. കാരണം അതൊരു ചെറിയ കാര്യമല്ല. സൗദി എന്ന രാജ്യത്തിനകത്ത് മിനിസ്ട്രി കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അതിനകത്തിൽ പ്രധാനപ്പെട്ട മേജർ ചലഞ്ചസുകൾ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്നത് കർത്താവിൻ്റെ ദാസിൻ്റെ ഉള്ളിൽ ഓർമ്മയിലുണ്ടോ? മേജർ ചലഞ്ചസ് എന്ന് വെച്ചാൽ എൻ്റെ കൂടെ അവിടെ മിനിസ്ട്രി ചെയ്തിരുന്ന ചിലരെ ജയിലിലാക്കി. പല നമ്മുടെ ഫ്രണ്ട്സായിട്ടുള്ള പലരും ജയിലിലാക്കപ്പെട്ടു, ചിലരെ എക്സിറ്റ് അടിച്ചു. ഇതൊക്കെ ചലഞ്ചസ് ആണ്. പക്ഷേ ദൈവം ഞങ്ങളെ സൂക്ഷിച്ചെന്നല്ലാതെ അവൻ ഈ സാഹചര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന മിനിസ്ട്രി ഒരിക്കലും നിർത്തിയിട്ടില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട്. പലരും ജയിലിലുണ്ട്, പലരും നമ്മുടെ കൂടെ ഫ്രണ്ട്സായിട്ടുള്ളവർ ജയിലിലുണ്ട്. എൻ്റെ ഒരു അടുത്ത സ്നേഹിതൻ റിയാദിൽ വെച്ച് പുള്ളിയുടെ അവിടെ കണ്ടൊരു ഈ ബൈബിൾ സ്കൂളിൻ്റെ എന്തോ കറസ്പോണ്ടൻസ് ഉണ്ട്, പോലീസ് അത് പിടിച്ചിട്ട് പുള്ളി അവിടെ നിന്ന് ഔട്ടാക്കി. ഇത് നമ്മുടെ PS ജോർജിൻ്റെ ബ്രദറിലെ ഫാസ്റ്റ് PS ജോർജ് കേട്ടിട്ടുണ്ടോ? AGയിലെ പുള്ളിയുടെ ബ്രദറിലെ. അപ്പം ഞാൻ പറഞ്ഞത് അത്രമാത്രം അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു. അതുകൊണ്ട് ആ ഒരു സ്പിരിറ്റ് നഷ്ടപ്പെടാതെ വണ്ണം ദൈവം നടത്തി. പൗലോസ് പറഞ്ഞതുപോലെ ഈ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്ന് പറഞ്ഞതുപോലെ ആ ഒരു സ്നേഹമാണ് ഇന്നും എനിക്ക് ഈ സുവിശേഷ വേലയിൽ നിൽക്കുവാൻ സഹായിക്കുന്നത്. പല തടസ്സങ്ങൾ വന്നിട്ടുണ്ട്, പല ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്, പല സഹോദരങ്ങളിലും തന്നെ ഒത്തിരി പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, മനഭാരങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളെ സഹായിച്ച പലരും നമ്മളെ തള്ളി പറഞ്ഞു പോയിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് വിഷയമേ അല്ല. ഞാൻ അവരോട് ദേഷ്യം വെക്കുന്നുമില്ല, അവരോട് എതിർപ്പ് വെക്കുന്നില്ല. കാരണം പൗലോസ് പറഞ്ഞ പോലെ അവരും കർത്താവിൻ്റെ മിനിസ്ട്രി അല്ലേ, കർത്താവിനെയല്ലേ പ്രസംഗിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് അവരോട് നമുക്ക് യാതൊരു കയ്പോ ഉദ്ദേശവും ഇല്ല. ഇപ്പോഴും ഞാൻ അവരോട് സംസാരിക്കും. ഇന്നും കഴിഞ്ഞ ദിവസവും ചിക്ബലാപൂരിലൊരു പാസ്റ്റർ സതീഷ് ഇവിടെ ബാംഗ്ലൂർ വന്ന് രക്ഷിക്കപ്പെട്ട് നമ്മുടെ സഭയോട് അതിന് തുടർന്ന് പിന്നെ അത് കഴിഞ്ഞ് പുള്ളി ഇവിടെ ഒരു ചെറിയ ബൈബിൾ സ്കൂളിൽ പഠിച്ച് ചിക്ബല്ലാപൂരിൽ മിനിസ്ട്രി ചെയ്തു. അവിടെ 8 വർഷം അവിടെ പോയും വന്നും ആ മിനിസ്ട്രിയിൽ ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തു. അവരുടെ ഒരു ചർച്ച് ബിൽഡ് ചെയ്യാനൊക്കെ ദൈവം സഹായിച്ചു. അങ്ങനെ ഇന്ന് ഒരു വലിയ ചർച്ചായിട്ട് 300 ചില്ലുവാനും വിശ്വാസികളും 5 ഔട്ട് സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഔട്ട് സ്റ്റേഷൻ ചർച്ചുകൾ ഇപ്പോൾ റണ്ണിങ് ആയിട്ടുണ്ട് വില്ലേജുകളിലും, 5 വില്ലേജുകളിലും. അങ്ങനെ ഒരു ചർച്ച് ബിൽഡ് ചെയ്യുവാൻ, അങ്ങനെ ഒരു സഹോദരനെ ബിൽഡപ്പ് ചെയ്യാൻ ദൈവം സഹായിച്ചു. ഒരു ശിഷ്യനായിട്ട് മാർക്കുവാൻ ദൈവം ഇടയാക്കി. അതിനായി വളരെ സന്തോഷിക്കുന്നു. അതുപോലെ പല നമ്മുടെ കീഴിൽ വളർന്ന അനേക ദൈവദാസന്മാർ ഇപ്പോഴുണ്ട്, ഈ ചർച്ചിൽ വളർന്നവർ. ഓക്കെ, കർത്താവിൻ്റെ ദാസൻ്റെ കുടുംബജീവിതത്തെ പറ്റി ഒന്ന് പറയാമോ? ഈ സൗദിയിലായിരുന്ന സമയത്തായിരുന്നു വിവാഹവും ഒക്കെ നടക്കുന്നത്, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറയാമോ? അതെ, ഞാൻ 1981 സൗദി പോകുന്നത്. ഞാൻ 83 നാട്ടിൽ വന്നിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അതും ഒരു ദേവദാസൻ്റെ കൊച്ചുമകളാണ്. ദേവദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IPCയുടെ ആദ്യകാല സുവിശേഷന്മാരിൽ ഒരാളാണ് KG ചാക്കോ നേരണം. KG ഉണ്ണുണ്ണി സാറിൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്ത ഒരു ദേവദാസനാണ് KG ചാക്കോ. ചാക്കോജൻ്റെ മകൻ KC വർഗീസ് പുള്ളിയും ആൻഡമാൻസിൽ ചർച്ചിനോടുകൂടെ മിനിസ്ട്രി ചെയ്തുകൊണ്ട് ജോലിയോടുകൂടെ ആ പുള്ളിയുടെ മകളാണ് എനിക്ക് വിവാഹമായിട്ട്. കാരണം ഞാൻ ആൻഡമാൻസിലൊരു 3 വർഷം
ഒരു ഡ്യൂട്ടി ചെയ്യാൻ പോയി നേവിയിൽ. ആ സമയത്ത് ആ ചർച്ചിൽ പോകാനും ഈ കുട്ടിയൊക്കെ അന്നൊക്കെ കൊച്ചുകുട്ടിയെ പക്ഷേ എങ്കിലും ദൈവം അതിനുശേഷം 10 വർഷത്തിന് ശേഷമാണ് ഈ കോണ്ടാക്റ്റ് പിന്നെ വരുന്നത്. ഓക്കെ. പക്ഷേ അന്നൊന്നും നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടില്ല അവിടെ ആയിരുന്ന സമയത്ത്, എൻ്റെ മനസ്സിലായിരുന്ന സമയത്ത്. പക്ഷെങ്കിൽ പിന്നീട് ദൈവം വേറൊരു ത്രൂ ആലോചന കൊണ്ടുവന്നു. ആ വിവാഹം നടക്കാനിടയായി തീർന്നു. ഈ ബാംഗ്ലൂർ വെച്ച് അനുഗ്രഹപ്പെട്ടതായ ഒരു വിവാഹം നടന്നു. പിന്നെ ഞങ്ങളുടെ 2 വർഷത്തിന് ശേഷം ഷീ കുഡ് ജോയിൻ മീ ഇൻ സൗദി. ഓക്കെ. അപ്പം അവിടെയും പിന്നെ പുള്ളിക്കാരിയും ജോലി ചെയ്തു 13 വർഷത്തോളം നേഴ്സായിട്ട്. അങ്ങനെ അവിടെയും മിനിസ്ട്രിയിൽ ഞങ്ങൾ അന്യോന്യ നല്ല സപ്പോർട്ടായിരുന്നു. അതിനുശേഷമായിട്ട് 1998 ദേക്കെയും കേരളത്തിലേക്ക് ബാംഗ്ലൂരിലേക്ക് വന്നു. ഞാൻ 2000 വന്നു. അങ്ങനെയാണ് പിന്നെ ഇവിടുത്തെ മിനിസ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. മക്കളെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കിലൊന്ന് പറയാം. ഓക്കെ. എൻ്റെ 3 മക്കളാണ്. മൂത്ത മോനും, രണ്ടാമത്തെ മോളും, മൂന്നാമത്തേത് മകനും. മൂത്ത മോന് എൻ്റെ ഇവിടെ ചർച്ചിലായിരുന്ന സമയത്ത് എനിക്ക് വളരെ സപ്പോർട്ടായിരുന്നു. ഹിസ് നെയിം ഈസ് ജെയ്സൺ. ഓക്കെ. പക്ഷേ പിന്നീട് പുള്ളി ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അവിടുത്തെ മിനിസ്ട്രിയിലും ഈസ് ആക്റ്റീവ്. അവിടെ ഈസ് എ ട്രാൻസ്ലേറ്റർ ഇൻ മലയാളം ടു ഇംഗ്ലീഷ് ആസ് വെൽ ആസ് ഈസ് മിനിസ്റ്ററിങ് ഇൻ വർഷിപ്പ് ലീഡർ ആസ് വെൽ ആസ്. അപ്പോൾ അങ്ങനെ ഒരു ദൈവം ഇത് തന്ന ലീനേജ് തന്നു. പിന്നെ രണ്ടാമത്തെ മകള് അവൾ രക്ഷിക്കപ്പെട്ടു. പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് ബഹ്റൈനിൽ ഫാമിലിയായിട്ട് താമസിക്കുന്നു. അവർക്ക് 2 കുട്ടികളുണ്ട്. മൂന്നാമത്തെ മോന് ഇവിടെ എൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ ജോലിക്ക് പോയിരിക്കുകയാണ്. അവനാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വർഷിപ്പിന് സപ്പോർട്ട് ചെയ്യുന്നത്. ദേവദാസനെ, ഈ നേവിയിൽ നിന്ന് ബാംഗ്ലൂരോട്ടുള്ളൊരു ഷിഫ്റ്റിംഗ് ഉണ്ടല്ലോ, അത് ചില ദേവദാസന്മാർക്കൊരു പ്രത്യേക വിഷനകത്ത്, പ്രത്യേക ദർശനത്തിനകത്ത്, ചില പ്രത്യേക സ്ഥലങ്ങളിലേക്ക് അവർ തിരഞ്ഞെടുത്ത് പോകാറുണ്ട്. കർത്താവിൻ്റെ ദാസന് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക വിഷനോ ദർശനമോ അല്ലെങ്കിൽ ഒരു ശബ്ദമോ എന്തെങ്കിലും ബാംഗ്ലൂരിനെ പറ്റിയോ കർണാടകയെ പറ്റിയോ ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ? ഇല്ല, ഞാൻ ബാംഗ്ലൂർ വന്നതെന്ന് പറഞ്ഞാൽ സ്കൂൾ ലൈഫ് കഴിഞ്ഞ ഉടനെ ബാംഗ്ലൂരിലാണ് വന്നേ. ഓക്കെ. അപ്പം അന്ന് തൊട്ട് ഞാൻ ഇവിടുത്തെ ചർച്ചുമായിട്ട് വളരെ അസോസിയേറ്റ് ആണ്. അപ്പം ഈ ബാംഗ്ലൂരിനെ കുറിച്ചും അതുപോലെ തന്നെ കർണാടകത്തെക്കുറിച്ചും ഒരു ബേർഡൻ ആ കാലങ്ങളിൽ ദൈവം എനിക്ക് തന്നു. കാരണം ഈ കർണാടകത്തിൽ ഇറ്റ് ഈസ് എ നോർത്ത് ഇന്ത്യ ഇൻ സൗത്ത് ഇന്ത്യ എന്ന് പറയും ആ കാലത്ത്. കാരണം കർണാടകത്തിൽ അന്ന് സുവിശേഷം ബാംഗ്ലൂർ സിറ്റി ഒഴിച്ച് വേറെ എങ്ങോട്ടും കാര്യമായിട്ട് സുവിശേഷം എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു രാജ്യമാണ്. വളരെയധികം പോരാട്ടമുള്ളൊരു സ്ഥലമായിരുന്നു കർണാടക. അപ്പോൾ ഇവിടെ എങ്ങനെയെങ്കിലും 10 പേരെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നേടുമെന്നുള്ള ഒരു വലിയ താല്പര്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ സൗദിയിലായിരുന്നപ്പോഴും എനിക്ക് ആ ആഗ്രഹം കാരണമാണ് ഞാൻ ഇവിടെ കടന്നു വരാൻ കാരണം. അല്ലെങ്കിൽ എനിക്ക് അവിടെ ജോലി കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. പക്ഷേ ഈ വേല കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നതുകൊണ്ട് ഞാൻ അമേരിക്കയുടെ വിസയം കളഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ കാരണം കർത്താവിൻ്റെ വേല, അല്ലെങ്കിൽ ആത്മാക്കളുടെ രക്ഷ, ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. ചർച്ചിൻ്റെ ബിഗിനിങ് സ്റ്റേജിനെ പറ്റി എങ്ങനെയായിരുന്നു കർത്താവിൻ്റെ ദാസൻ ഇവിടെ വന്നിട്ട്, സൗദിയിൽ നിന്ന് വന്നതിന് ശേഷം, ജോലിയൊക്കെ വിട്ടതിന് ശേഷം ഇവിടെ വന്ന് അതെങ്ങനെയാണ്, അതിൻ്റെ ബിഗിനിങ് സ്റ്റേജിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ അന്ന് സേവാനഗർ പെനിയലേജി ചർച്ചിലായിരുന്നു അറ്റൻഡ് ചെയ്തുകൊണ്ട്. എൻ്റെ പേരൻസ് സ്റ്റാർട്ട് ചെയ്തൊരു ചർച്ചാണ്. ഓക്കെ. അപ്പോൾ ആ ചർച്ചിലായിരുന്നു ഞാനിവിടെ അറ്റൻഡ് ചെയ്യാൻ വന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു താല്പര്യത്തോടെയാണല്ലോ ഞാൻ വന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഔട്ട് സ്റ്റേഷനായിട്ട് ഹെണ്ണൂർ ക്രോസിലൊരു ഒരു മിനിസ്ട്രി ആരംഭിച്ചു. അന്ന് വേറൊരു ദേവദാസൻ അവിടെ തുടങ്ങി വെച്ചതാണ്. പക്ഷെങ്കിൽ അത് പുള്ളി ഇവിടുന്ന് അമേരിക്ക പോയതുകൊണ്ട് പുള്ളി അത് വിട്ടിട്ട് ഞങ്ങൾ ഔട്ട് സ്റ്റേഷനായിട്ട് ഇവിടെ ആരംഭിച്ചു. അതിനുശേഷം ആ സമയത്താണ് ഞാൻ പറഞ്ഞില്ല ആരംഭത്തിലൊരു ഫാമിലി വന്നത്. ഞങ്ങൾക്കൊരു വലിയ ചലഞ്ചായിരുന്നത്. ആ ഫാമിലി വൈഫിന് പിന്നെ ഫിറ്റ്സ്, ലൈഫ് ലോങ് മെഡിസിനൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അവർ നമുക്കെതിരായിരുന്നു. നമ്മുടെ ചർച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അവർ താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ പോയി ഈ സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യമായി. അങ്ങനെ ആ സൗഖ്യം അവരെ ഒന്ന് കുറച്ച് കൺവിക്ഷനിലേക്ക് ആയിരുന്നെങ്കിലും ഭർത്താവ് അങ്ങനെയൊന്നും നിലവിളി എന്നെയും ഡ്രിങ്കിങ്ങും ശബരിമലയൊക്കെ പോവായിരുന്നു. പക്ഷെങ്കിൽ പിന്നത്തേതിൽ ദൈവം ആ കുടുംബത്തെ ഞങ്ങൾ തന്നു. ആദ്യ ഫലമായിട്ട് ആ കുടുംബത്തെ സ്നാനപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷമായിട്ട് ആ വ്യക്തിയെ പഠിപ്പിക്കാനും ട്രെയിൻ ചെയ്യാനും സുവിശേഷീകരണത്തിൽ ട്രെയിൻ ചെയ്തെടുക്കുവാനും വർഷിപ്പ് ലീഡിനൊക്കെയും പുള്ളി സപ്പോർട്ട് ചെയ്തു. അതിനുശേഷമായിട്ട് പുള്ളി ബൈബിൾസ് കോളേജിൽ പഠിച്ച് പിന്നെ പുള്ളി ഇവിടെ വന്ന് ഞങ്ങളെ കുറച്ച് 2 വർഷത്തോളം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് പുള്ളി ഈ ജോയിൻ്റ് അനദർ ഓർഗനൈസേഷൻ
ഈ മൂവ്ഡ് ഫ്രം ദെയർ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ആ സമയത്ത് ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു. ലോക്കലി കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ വേറൊരു ദേവസ്ഥാനമായിരുന്നു ചേർന്നിരുന്നു. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഒത്തിരി ചലഞ്ചസ് ഞങ്ങൾക്കുണ്ടായി. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം അതിനകത്ത് ചില പേരുകളൊക്കെ വരും. അതുകൊണ്ട് പക്ഷെങ്കിൽ ഞാൻ അന്നേരം പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ അറ്റൻഡൻസ് കുറഞ്ഞപ്പോൾ അവർക്ക് ഞങ്ങളോട് ശത്രുതയുണ്ടായി. കാരണം ഈ ഫാമിലി അവിടെ നിന്ന് വിട്ടപ്പോൾ അവർക്കൊരു ശത്രുതയുണ്ടായി. അപ്പോൾ അവരൊരു വലിയ ഒരു എന്താ പറയുന്നത് സാക്രിഫൈസ്, പൂജ, ഭയങ്കര മേജർ പൂജ, 3 ആടിനെയൊക്കെ കൊണ്ടുവന്ന്. അപ്പോൾ അതെനിക്കൊരു വലിയ ചലഞ്ചായി. കാരണം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സൗദിയിലായിരുന്നുകൊണ്ട് ഇവിടുത്തെ സംഭവങ്ങളൊന്നും അറിയത്തില്ല. അവിടെ ഈ മന്ത്രവാദമൊന്നും സംസാരിക്കത്തൊന്നുമില്ല. പക്ഷെങ്കിൽ അപ്പോൾ ഇത് എനിക്കൊരു ഇതായി. ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ട് എൻ്റെ ഒരു സഹോദരനുമായിട്ട് ജോസഫ് എന്ന് പറയുന്ന ഒരു സഹോദരനുമായിട്ട് ബൈക്കിൽ വരിക. അപ്പം ഞാനാ റൈഡ് ചെയ്യുന്നത്. അപ്പോൾ വരുന്ന വഴിക്കൊരു പട്ടി ക്രോസ് ചെയ്തു. പട്ടി ഇടിച്ച് മറിഞ്ഞു വീണ്. ഞാൻ പോയി ഇടിച്ചത് ഈ മുഖമാണ്, റോഡിൽ നേരെ ഇടിച്ചത്. ഈ 3 ഫ്രാക്ചർ ഉണ്ടായിരുന്നു ഇവിടെ. അത് ഉള്ളിലോട്ട് പോയായിരുന്നു. അപ്പം അങ്ങനെ അത് ഇതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് അതെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഇത് നമുക്കെതിരായിട്ട് ചെയ്യുന്നതും ഈ ഒരു ഫാമിലി വിശ്വാസത്തിലേക്ക് വരുന്നതും അവർക്ക് നമ്മളോട് എതിർപ്പുണ്ടാകാൻ കാരണമാണ്. അപ്പം അതിൻ്റെ ഒരു റിയാക്ഷനായിട്ടാണ് ഇത് സംഭവിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയുള്ളതായ ചില ചലഞ്ചുകൾ അല്ലാതെ ഉണ്ടായിട്ടുണ്ട്. പലരും നമുക്കെതിരായിട്ടുണ്ട്. അതുപോലെ തന്നെ ചർച്ചിൽ തന്നെ ആദ്യകാലങ്ങളിൽ ഒരു ചെറിയ ഷെഡ് പോലെയായിരുന്ന ഒരു ഒരു 10-70 പേർക്ക് ഇരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു സ്ഥലത്തായിരുന്നുകൊണ്ട് അവിടെ സൗണ്ട് പുറത്തു പോകാൻ ഫാസ്റ്റിംഗ് പ്രെയറൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഭയങ്കര സൗണ്ടാണെന്നും പറഞ്ഞ് ആ കോളനിയിലുള്ള എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു സ്ത്രീയുണ്ട്. അവരെല്ലാവരെയും വിളിച്ചുകൊണ്ട് വരും. എന്നിട്ട് പോലീസിനെ വിളിച്ചുകൊണ്ട് വരും. ഇങ്ങനെ പറഞ്ഞ് കുറേ നാൾ അങ്ങനെ പോകേണ്ടി വന്നു. അതിനെ എതിർത്തും പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി. ഇങ്ങനെയൊക്കെയുള്ളതായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല പ്രാവശ്യം നമ്മളെ വന്നിട്ട് വരുത്തിയിട്ടുണ്ട്. കാരണം ഒരാൾ പറഞ്ഞു, നിങ്ങളിവിടെ ശബ്ദം ഉണ്ടാക്കിയാൽ ആർഎസ്സുകാരെ കൊണ്ട് ഇവിടെ റോഡിൽ ഇരുത്തി നിങ്ങളെ നേരായിട്ട് സൗണ്ട് ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ഉള്ള ചലഞ്ചുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഓവർകം ചെയ്യാൻ കർത്താവ് സഹായിച്ചെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, വേറൊരു കാര്യം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ എതിർത്ത ഒരൊറ്റ ഫാമിലി ഇപ്പോൾ അവിടെ ഇല്ല. അവരെല്ലാവരും അവിടെ വിട്ടുപോയി. അതൊരു വലിയ ദൈവകരുണയാണ്. അവരെല്ലാവരും വിട്ടുപോയെന്ന് പറഞ്ഞാൽ പോയി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളതായ ഒരു പ്രശ്നത്തിൽ ദൈവം ഞങ്ങളെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ദൈവകൃപയാൽ 2010 പുതിയൊരു ബിൽഡിങ് വയ്ക്കുവാൻ ദൈവം സഹായിച്ചു. ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു അതിന് ഫൈനാൻഷ്യലി. പക്ഷേ ദൈവം അതിനുള്ള സഹായിച്ചു. ഇന്ന് ദൈവകൃപയാൽ ഒരു 70% സൗണ്ട് പ്രൂഫായിട്ട് ഹോള് തരുവാനും ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ചർച്ച നടക്കുവാനിടയായി തീർന്നു. ഓഫ് കോഴ്സ് ഒത്തിരി പേര് ഇവിടെ വിട്ടുപോയി. പലരും മിനിസ്ട്രി തന്നെ പോയി, അല്ലാതെ സ്ഥലം മാറിപ്പോയവരുണ്ട്, പിന്നെ പിന്മാറിപ്പോയവരുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും സഭയെ ദൈവം ഇന്നും ദൈവകൃപയാൽ നിലനിർത്തുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് സ്ട്രഗിൾസ് ഒത്തിരി ഉണ്ട്. ഇപ്പോഴും നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്, ഫിസിക്കലി പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ നടുവിൽ കർത്താവിന് വേണ്ടി അന്ത്യം വരെ, ലാസ്റ്റ് ശ്വാസം വരെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കണം, പ്രവർത്തിക്കണം. ഒരാളിനെയെങ്കിലും രക്ഷിക്കാൻ ഇടയാക്കിയാൽ അതാണ് ഏറ്റവും വലിയ പ്രത്യാശ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരാത്മാവ് രക്ഷിക്കപ്പെടുന്ന അത്രയും സന്തോഷം വരെ ഒന്നിലുമില്ല, പണത്തിലോ ഒന്നുമില്ല. നമുക്ക് ഈ വലിയ ലക്ഷറി ഒന്നും എനിക്ക് താല്പര്യമില്ല ആക്ച്വലി, സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇന്ന് വരെ നിർത്തിയിരിക്കുന്നത് പറയാം. സോ സിമ്പിൾ ലൈഫാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴും. കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ ഏകദേശം എത്രത്തോളം വർഷമായിട്ടുണ്ട് ഈ മിനിസ്ട്രിയിലോട്ട് ഫുൾ ടൈമായിട്ട് വന്നിട്ട്? ഫുൾ ടൈമായിട്ട് വന്നിട്ട് ഞാൻ 2001 മിനിസ്ട്രി ആരംഭിച്ചു. ഞാൻ പറഞ്ഞില്ല ഔട്ട് സ്റ്റേഷൻ തുടങ്ങി. 2003 ചർച്ച് ആദ്യത്തെ ചർച്ച് ബിൽഡ് ചെയ്ത്. 2003 തൊട്ടിപ്പോൾ 21 ഇയേഴ്സായി. പക്ഷെ അതിന് മുമ്പ് 2002 ഞാൻ SABC പഠിക്കുന്ന സമയത്തും മിനിസ്ട്രി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ 2002 തൊട്ട് കൂട്ടിക്കും. കർത്താവിൻ്റെ ദാസന് ഏകദേശം 22 വർഷത്തോളമായി ഈ ശുശ്രൂഷയിലുണ്ട്. വരുന്ന പുതിയ ജനറേഷന്, പുതിയ ശുശ്രൂഷകന്മാർക്ക്, ഇനി ശുശ്രൂഷയിലോട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്
എന്ത് മെസ്സേജാണ് കർത്താവിൻ്റെ ദാസൻ്റെ ലൈഫിൽ നിന്നും തിരുവചനത്തിൽ നിന്നും അങ്ങേക്ക് പറയാനുള്ളത്? അത് പറഞ്ഞാൽ ഇന്ന് സുവിശേഷത്തിൻ്റെ ആ എന്താ പറയുന്നത് എരിവ് അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയും അതിൻ്റെ അതങ്ങ് തണുത്തുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷീകരണത്തിൻ്റെ ആത്മാവ് ജീവിതങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ഒരു മിഷനറിയെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകാൻ പറഞ്ഞാൽ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ സഭയിലൊന്ന് ചലഞ്ച് ചെയ്താൽ ഒരു സുവിശേഷ വിവരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വിശേഷ വേലയ്ക്ക് വേണ്ടി ഇന്ന സ്ഥലത്ത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ അന്ന് എഴുന്നേൽക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ബൈബിൾ കോളേജിലേക്ക് പോകാൻ തന്നെ ആൾ കുറവ്. കാരണം മിനിസ്ട്രിയോടുള്ള ആ താല്പര്യം കുറഞ്ഞത് പല കാരണങ്ങളാണ്. ഒന്ന്, ഇന്നത്തെ ലോകത്തിൻ്റെ സ്ഥിതി, സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്, സൈറ്റാനിക് ഇൻഫ്ലുവൻസ്, ഇങ്ങനെയുള്ള ഒത്തിരി ഇൻഫ്ലുവൻസ് കാരണം ദൈവമക്കളുടെ വിശ്വാസം തണുത്തു എന്ന് പറയാം. യേശു തന്നെ പറഞ്ഞില്ലേ, അധർമ്മം വരുന്നതുകൊണ്ട് സ്നേഹം തണുത്തു പോകുന്നു, അതുപോലെ തന്നെ മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ. ഇന്ന് ഈ രണ്ട് കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവസ്നേഹവും കുറഞ്ഞു, വിശ്വാസവും കുറഞ്ഞു. അപ്പോൾ ഈ ഒരു നിലവാരത്തിൽ നമ്മൾ അവർക്ക് പ്രോപ്പർ അടിസ്ഥാനം ഇട്ട് കൊടുക്കണം. അതായത് ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞായിട്ട് തന്നെ ഇരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവരുടെ മാതാപിതാക്കളിൽ നിന്ന് അവർക്ക് കിട്ടണം. അതുമാത്രമല്ല, അവർ പറയുക മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ കൂടെ അത് തെളിയിച്ചു കൊടുക്കണം. ഇതാണ് സത്യം, ഈ സത്യം വിട്ട് വേറൊരു സത്യം ഇല്ല എന്നുള്ളത് മാതാപിതാക്കൾ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. രണ്ടാമതായിട്ട് സഭയിൽ അവർക്ക് സൺഡേ സ്കൂളിലായാലും മറ്റ് ടീച്ചിങ്സ് ആയാലും ആ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ മറ്റ് ഇന്നത്തെ പ്രസംഗങ്ങൾ കൂടുതലും എന്താ പറയുന്നത് പ്രോസ്പെറിറ്റി ആണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇത് തരും, അത് വന്നാൽ ഇത് കിട്ടും എന്നുള്ളത് ആ പ്രോസ്പെറിറ്റി തിയോളജിയാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷെങ്കിൽ സത്യവിശേഷം ദൈവത്തിൻ്റെ വചനം സ്ട്രോങ് ആയിട്ട് പഠിപ്പിക്കുന്നവർ വളരെ ചുരുക്കമാണ്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മുടെ അനുഭവത്തിൽ കൂടിയും അവരുടെ വചനത്തിൽ കൂടി അവരെ പഠിപ്പിച്ചാൽ അവർ നാളത്തെ ദിവസം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ യാതൊരു മടിയുണ്ടാകില്ല. കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹം അത്ര ഡീപ്പാണ്. ആ സ്നേഹത്തെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ പാകിയാൽ അത് അവർ അവസാനം വരെ നിലനിൽക്കും. പക്ഷേ ഇന്ന് പ്രശ്നം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അവരെ ബ്ലോക്ക് ചെയ്തിരിക്കുക. ദേ ഹാവ് നോ ടൈം ടു ഈവൻ കം ടു ചർച്ച്. സഭയിൽ വന്നാൽ പോലും അവരുടെ മൈൻഡിൽ കൂടെ ഓടുന്ന പല കാര്യങ്ങളാണ്. അപ്പോൾ ഈ കേൾക്കുന്ന വചനം ഒന്ന് ശ്രദ്ധിക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് അതനുസരിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എന്താണെന്ന് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ നന്നായിട്ട് വളർത്തിക്കുക. അവർ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് കൈ കെട്ടത്തില്ല. എന്നും നാട്ടിൽ ഒരു പറച്ചിലുണ്ടല്ലോ, അടയ്ക്കാ വേണേ മടി വയ്ക്കാം, അത് കമുകായാൽ പിന്നെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളുടെ ആ പ്രായത്തിൽ ഒരു 7-8 വയസ്സ് മുതൽ അവർക്ക് ആ വചനം അങ്ങോട്ട് അവരുടെ ഉള്ളിലേക്ക് അത് നമ്മുടെ ജീവിതത്തിൽ കൂടെ കാണിക്കണം. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്താണെന്ന് പറഞ്ഞാൽ പോരാ, അത് പ്രസംഗിച്ചാൽ പോരാ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു എന്താവും. അത് പാസ്റ്റർമാരായാലും they should have the testimony, a good conscience. അത് by conscience they should have the testimony that they are people who love real Jesus. അവരുടെ ഹൃദയത്തിൽ ആ സ്നേഹം ഉണ്ടെന്നുള്ളത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് അവരുടെ ജീവിതത്തിൽ കൂടെ കാണിക്കണം, പഠിപ്പിക്കുകയും വേണം. രണ്ടും കൂടെ വേണം. ഇല്ല, നോഹയുടെ കാര്യം പറഞ്ഞാൽ നോഹയ്ക്ക് ദൈവം പറഞ്ഞു പട്ടയം പണിയാൻ പറഞ്ഞു, അതേപോലെ 120 വർഷത്തോളം പ്രസംഗിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ചു പോകണം, പണിയും പ്രസംഗവും വേണം എന്ന് പറഞ്ഞാൽ പഠിപ്പീരും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ കൂടെ മാതൃക കാണിക്കണം. പേരൻസ് ആയാലും പാസ്റ്റേഴ്സ് ആയാലും കൂട്ടുവിശ്വാസികളായാലും കുഞ്ഞുങ്ങൾക്ക് അതൊരു നല്ല മാതൃക കാണിച്ചു കൊടുത്താൽ അങ്ങനെയുള്ള സഭകൾ സ്ട്രോങ് ആയിട്ട് വളരും. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രോസ്പെരിറ്റിയുടെ പുറകെ പോയിട്ട് ലോകത്തിലേക്ക് ഇറങ്ങി നഷ്ടമായി പോവുകയാണ് ഇന്നത്തെ തലമുറ. അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കാനുള്ളത് സത്യം യേശുവിൻ്റെ സ്നേഹമാണ്. ഈ സ്നേഹം എന്നുള്ള സത്യം അവർ ഗ്രഹിച്ചാൽ അവർ വിട്ടുപോകത്തില്ല. ഇതാണ് ഏറ്റവും വലിയ സത്യം. ഇത്രത്തോളം സമയം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിനും അങ്ങയുടെ ലൈഫിനകത്ത് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും ഇത്രത്തോളം സമയം ഞങ്ങളോട് പറഞ്ഞതിനും ഒരു ജനറേഷനെ ബിൽഡ് ചെയ്യാൻ ഞങ്ങൾക്ക് എൻകറേജ് ചെയ്തതിനും അവരെ ബിൽഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒരു ഉപബോധബോധം എല്ലാവർക്കും കൊടുത്തതിനും കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ അടുത്ത ജനറേഷനെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും മാതൃകയുള്ള ജീവിതാടിസ്ഥാനത്തിലും
വിശുദ്ധിയിലും വേർപാടിലും കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃകയ്ക്കനുസരിച്ച് അടുത്തൊരു ജനറേഷനെ നമുക്ക് വാർത്തെടുക്കാം. അവരെ കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി, കർത്താവിന് വേണ്ടി ഒരുക്കി നിർത്താം. ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.